വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ BNMലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്, സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പോൾ അതും മാത്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ മെട്രിക്സ് ആയിരുന്നു കണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ശ്രേണികൾ എന്ന് പറയുമല്ലോ മലയാളത്തിൽ, അതായത് അക്കങ്ങൾ നമ്മൾ ഒരു ശ്രേണികളായിട്ട് എഴുതാം. കുറേ നമ്പേഴ്സ് ഇങ്ങനെ വരി ഇങ്ങനെ എഴുതാം. അപ്പോൾ അതിനാണ് സീക്വൻസസ് അല്ലെങ്കിൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു വകഭേദമാണ് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യം നിങ്ങളടുത്ത് ചോദിക്കുന്നത് എന്താണ് സീക്വൻസ് എന്നുള്ളതായിരിക്കും. അത് ഇതിൻ്റെ ഒരു തിയറി പോർഷനാണ്. ഓക്കെ, എന്താണ് സീക്വൻസ് എന്നുള്ളത്? അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഇസ് ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കോൾഡ് റിയൽ സീക്വൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാലും ഇത് ചിലപ്പോൾ വായിക്കുന്ന നേരത്തെ നമുക്ക് ഇംഗ്ലീഷിൽ അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സംഗതി എടുക്കാൻ പ്രയാസമാണ്. പക്ഷെ പറയുന്നത് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. n എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്പേഴ്സാണ്. 1 മുതലാണ് നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്നത്. 1, 2 മുതൽ അല്ലെ നമുക്ക് എണ്ണാൻ പറ്റുന്ന നമ്പേഴ്സ്. 0 നാച്ചുറൽ നമ്പർ അല്ല, നെഗറ്റീവ് നമ്പേഴ്സ് നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്ന കുറേ നമ്പേഴ്സ്, ആ നമ്പേഴ്സ് എന്താവാം? റിയൽ നമ്പേഴ്സ് ആവാം. ഓക്കെ, എണ്ണാൻ പറ്റുന്ന കുറേ നമ്പേഴ്സ് ശ്രേണികളായിട്ട് എഴുതി വെക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. എണ്ണാൻ പറ്റുന്ന കുറേ നമ്പേഴ്സ്, ഇപ്പോൾ 1 നമ്പർ ആവാം, 2 നമ്പർ ആവാം, 10 നമ്പർ ആവാം, 1000 നമ്പർ ആവാം. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഇത് ഈ എണ്ണാൻ പറ്റുന്നത് ഇങ്ങനെ ശ്രേണികളായിട്ട് എഴുതി വെക്കുന്നത് അത് റിയൽ നമ്പേഴ്സ് ആവാം. റിയൽ നമ്പേഴ്സ് എന്തൊക്കെ വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും. നാച്ചുറലും അൺനാച്ചുറൽ നമ്പേഴ്സും 0 അടക്കമുള്ള നമ്പേഴ്സ്, ഇപ്പോൾ നെഗറ്റീവ്, 0, പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് പറയുന്നത്? അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ -2, 1, -1, 0, 1, 2 അങ്ങനെ എഴുതിയാലും അതൊരു സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഉള്ളിൽ എഴുതിയ നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് അല്ല, ഇത് റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ ഇത് എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ അത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഒരു 6 എണ്ണം എഴുതാം, 10 എണ്ണം വരാം. ഓക്കെ, അപ്പോൾ അതാണ് സീക്വൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തത്. ഉദാഹരണങ്ങൾ അപ്പോൾ ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ 2, 6, 2, 4, 6, 8. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് വെച്ചാൽ. ഇനി സീരീസ് അപ്പോൾ ഈ സീക്വൻസ് നമ്മളിങ്ങനെ എഴുതുമല്ലോ. ഇപ്പോൾ 2, 4, 6, 8 അതൊരു സീക്വൻസ് ആണ്. അപ്പോൾ 2 + 4 + 6 + 8 ഇങ്ങനെ എഴുതുന്നതിനാണ് പറഞ്ഞത് സീരീസ് എന്ന് പറയുന്നത്. സീരീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സമ്മാണ്. സീരീസ് ഇസ് ദ സം ഓഫ് ദ ടേംസ് ഓഫ് സീക്വൻസ്. അപ്പോൾ സീക്വൻസിൻ്റെ ഒരു അതിനെ ആഡ് ചെയ്ത് പോകുന്നതിൻ്റെ പേരാണ് സീരീസ് എന്ന് വെച്ചാൽ. അത് അത്രേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സീക്വൻസ് സീരീസിനും അപ്പുറത്തേക്ക് ഈ സീക്വൻസുകളുടെ ഒരു രൂപമാണ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ. നമുക്ക് അതിലേക്കാണ് കടക്കേണ്ടത്, അർത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ എന്താണ് ഈ അർത്തമെറ്റിക് പ്രോഗ്രഷൻ? ക്വാണ്ടിറ്റീസ് ഓഫ് A1, A2, A3 up to AN are said to be in arithmetic progression if an -1 is constant to all integers, which is n is greater than 1. The constant quantity an minus 1 is called the common difference of arithmetic progression എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ചെയ്താൽ 1, 3, 5, 7. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് 1, 2, 3, 10, 11 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ശ്രേണി നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്. ഇപ്പം നമ്പേഴ്സിന് നമ്മളിങ്ങനെ എഴുതുന്നു 1, 3, 5, 7, 9, അതുപോലെ 1, 4, 5, 6, 10, 12 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഈ മുകളിൽ കൊടുത്ത്, അതായത് അർത്തമെറ്റിക് പ്രോഗ്രഷനിൽ കൊടുത്ത ആ ഒരു ഡെഫിനേഷൻ, അതിൽ ക്വാണ്ടിറ്റീസ് വിച്ച് A1, A2, A3 up to AN is said to be in arithmetic progression എങ്ങനെയാണ്? ഈ AN അപ്പോൾ A1, അപ്പോൾ ഇതിൽ A1 ഇതാണ്, ഇതിൽ A1 ഇതാണ്, ഇനി A2 അത് ഇതാണ്, അല്ലപ്പോൾ AN, അപ്പോൾ AN എന്ന് വെച്ചാൽ ഏത് നമ്പർ ആവാം. AN മൈനസ് AN-1, അപ്പം A3യിൽ നിന്ന് A2 മൈനസ് ചെയ്യാം. അപ്പോൾ A3 ഇവിടെ വരുന്നത് ഇതാണ്, ഇവിടെ വരുന്നത് ഇതാണ്. അപ്പോൾ A3യിൽ നിന്ന് n-1, അപ്പോൾ A3-1 A2 അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ.
ഓക്കെ, അതായത് ഒരു സംഖ്യ നമ്മളിങ്ങനെ ശ്രേണിയായിട്ട് എഴുതുമ്പോൾ ഒരു സംഖ്യ എടുത്താൽ അതിന് തൊട്ട് മുൻപുള്ള സംഖ്യ അത് തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് ആ A3യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, അതായത് ഇപ്പോൾ 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് A2യിൽ നിന്ന് A1 മൈനസ് ചെയ്താലും A4ൽ നിന്ന് A3 മൈനസ് ചെയ്താലും ഒക്കെ ഇവിടെ കിട്ടുന്ന സംഖ്യ എന്താണ്? 2ആണ്. അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതിനാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ത് അർത്ഥമെറ്റിക് പ്രോഗ്രഷനിൽ. ഇപ്പോൾ 5, 10, 15, 20, 25 ഒരു അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. ഇപ്പോൾ 10, 20, 30, 40 അങ്ങനെ പോകുന്നത് അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഗതി ഇപ്പോൾ 1 കഴിഞ്ഞ് 4 നോക്കുക, ഇതിൽ A3 എത്രയാണ് വരുന്നത്? 5ആണ്. A2 4ആണ്. 5 4 മൈനസ് 1ആണ്. A2 മൈനസ് A1 എത്രയാണ്? അത് 3ആണ്. ഇനി A5 മൈനസ് A4 എന്നാണ് 4ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല, കോമൺ അപ്പോൾ ഡിഫറൻസ് ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് കോമൺ അല്ലേ? അതുകൊണ്ട് എന്തല്ല, അതൊരു അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ അർത്ഥമെറ്റിക് പ്രോഗ്രഷനിൽ ആ ശ്രേണികൾ എഴുതുമ്പോൾ അതിനിടയിലുള്ള സംഖ്യകൾ അല്ലെങ്കിൽ ഡിഫറൻസ് വിൽ ബി സെയിം. ഓക്കെ, ആ ഡിഫറൻസിന് നമ്മൾ എന്താണ് D എന്ന് സൂചിപ്പിക്കുന്നു. ഈ സംഖ്യകളെ, ഈ ശ്രേണിയിൽ എഴുതുന്ന സംഖ്യകൾ എന്താണ്? A1, A2, A3, അത് AN എന്നാ പറയാം. അപ് ടു N നമ്പേഴ്സ്. ഇപ്പോൾ 100 നമ്പേഴ്സ് ചെയ്താണെങ്കിൽ A100 വരെ. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇനിയാണ് അടുത്തത്. അപ്പോൾ ഇതാണ് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് മനസ്സിലാക്കി. നമുക്ക് പ്രോബ്ലം വരുന്നത്, ഇപ്പോൾ നമുക്ക് തന്നെ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 3, 6, 9, 12. അപ്പോൾ ഇതിങ്ങനെ അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഇതിലാണ് ഇത് A1 ആണ്, ഇത് A2 ആണ്, A3 ആണ്, ഇത് A4. അപ്പോൾ 4th ടേം വരെ അറിയാം. അപ്പോൾ ഇതിൽ 20ാമത്തെ ടേം ഇതിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 20 വരുന്നത്. ഇപ്പോൾ 1, 2, 3, 4 കൊടുത്തുള്ളൂ. ഇപ്പോൾ 20ാമത്തെ വരുന്നത് എന്താണെന്നുള്ളത് ചോദിക്കും ചിലപ്പം. അത് നമ്മളിങ്ങനെ എഴുതി പോയി അവസാനം കണ്ടെത്തണം. അപ്പോൾ 110ാമത്തെ ചോദിച്ചാൽ കുടുങ്ങിയില്ലേ? 110ാമത്തെ ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇഷ്ടംമാതിരി എഴുതേണ്ടി വരും. അപ്പോൾ അതിനെന്തുണ്ട്? അതിനൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് എൻ ഇക്വേഷൻ. ആ ഇക്വേഷനാണിത്. അപ്പോൾ ഇക്വേഷൻ പറഞ്ഞതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇപ്പോൾ നമ്മൾ 2, 4, 6, 8 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇതാണ് A, ആദ്യ ടേം. അതിൻ്റെ ഇടയ്ക്ക് അതിന് മുൻപ് ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കൂടെ എന്തില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. ഇവിടെ എന്താണ്? ഇത് Aൻ്റെ കൂടെ എന്താണ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് D അല്ലേ? എന്താണ്? ഈ 2 കൂട്ടുന്നു അല്ലേ? അപ്പോൾ എന്താണ്? ഇത് A പ്ലസ് D ആണ്. ഇവിടെ എന്താ വരുന്നത്? Aൻ്റെ കൂടെ എന്താണ്? 2 ഇൻറ്റു 2 കോമൺ ഡിഫറൻസിൻ്റെ കൂടെ എന്താണ്? പ്ലസ് 2D. ഇവിടെ എന്താണ്? Aൻ്റെ കൂടെ 3D. അങ്ങനെയല്ലേ പോകുന്നത്? A ആയിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോഴേ ഇതുമായിട്ട് തൊട്ട് മുൻപുള്ള സംഖ്യ എന്താണ്? കോമൺ ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി, അല്ല കോമൺ ഡിഫറൻസ് മാത്രം കൂട്ടിയാൽ മതി. ഇപ്പോൾ എയുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ആദ്യത്തെ ടേം കിട്ടണം. ആദ്യത്തെ ടേമിൽ നിന്നാണ് നമ്മൾ എത്രാമത്തെ ടേമാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയാണ് പോകുന്നത്, ആ ശ്രേണി അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ പിന്നെന്താണ്? A പ്ലസ് D, A പ്ലസ് 2D, A പ്ലസ് 3D, A പ്ലസ് 4D അല്ലേ? അങ്ങനെയാണ് ആ ശ്രേണി പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടെത്താൻ എന്താണ്? ഇപ്പോൾ nth ടേം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഇതാണ് വരുന്നത്. ഇപ്പോൾ 100ാമത്തെ ടേം കിട്ടണമെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതെന്താണ്? ആദ്യം A എന്ന് എഴുതുക, അതായത് ആദ്യ ടേം പ്ലസ് പിന്നെ എത്രാമത്തെ ടേം ആണോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 100ാമത്തെ ടേം ആണെങ്കിൽ എന്താണ്? ആദ്യം എഴുതുക. അപ്പോൾ N മൈനസ് 1. അപ്പോൾ 100 മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. D എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഇങ്ങനെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2, 4, 6, 8 എന്ന് പറഞ്ഞ സംഖ്യകൾ. ഇതിൻ്റെ 100ാമത്തെ ടേം എത്ര വരും? ഇങ്ങനെ പോയിട്ട് ഇതിപ്പോൾ 4 കൊടുത്തിട്ടുള്ളൂ. A1, A2, A3, A4 അല്ലെ? 4 ശ്രേണിയിൽ 4 അതിൽ 100ാമത്തെ സംഖ്യ എന്താ വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ആദ്യം ഇതിൽ A എന്നുള്ളത് എഴുതുക, ആദ്യ ടേം. അപ്പോൾ A is equal to 2. ഇതിൻ്റെ D എത്രയാണ് വരുന്നത്? അത് 2 ആണ് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാത്തിനും കോമൺ ഡിഫറൻസ് 2 ആണ്. നമുക്ക് കിട്ടേണ്ട nth ടേം എത്രയാണ്? 100. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? ഇക്വേഷൻ എഴുതുക. A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. A2 പ്ലസ് 100 മൈനസ് 1 ഇൻറ്റു D എത്രയാണ്? അത് 2 തന്നെ. 100 മൈനസ് 1 99 ആണ്. 99 ഇൻറ്റു 2 99 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 198. 198 അതിൻ്റെ കൂടെ 2 കൂടി കൂട്ടുക. അപ്പോൾ 200 എന്നുള്ളതാണ് എന്ത്? ആ ഒരു ശ്രേണി 2, 4, 6, 8 എന്നുള്ള ശ്രേണിയിൽ 100ാമത്തെ സംഖ്യ 200 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത്? അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിന് മുൻപായിട്ട് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻസിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ, നമ്മൾ സാധാരണ 1, 2, 3, 4 എന്നുള്ള അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. കാര്യം എന്താണ്, അതിനെല്ലാത്തിനും കോമൺ ഡിഫറൻസ് ആയിട്ട് 1 വരുന്നുണ്ട് അല്ലേ. ഒന്നല്ല, അതിനിപ്പോൾ 2 നിന്ന് 1 കുറച്ചാലും 3 നിന്ന് 2 കുറച്ചാലും 4 നിന്ന് 3 കുറച്ചാലും ഒക്കെ കിട്ടുന്ന കോമൺ ഡിഫറൻസ് 1 അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് 1. പിന്നെ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ എന്താണ്, അവിടെ കൊടുത്താൽ മതി 5, 3, 1, -1, -3, -5, -7. ഇതും അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്, -2. ഓക്കെ, കോമൺ ഡിഫറൻസ് -2 വരുന്നത്. പിന്നെയാണ് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഫൈൻഡ് ദ 12th ടേം ഓഫ് ദ സീരീസ് വിച്ച് ഈസ്, അപ്പോൾ സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഇങ്ങനെ സീരീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്ത് എഴുതുക, കോമൺ ആണ്, ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 11 + 15 + 19 + 23. അപ്പോൾ അതിൻ്റെ ആദ്യം നിങ്ങൾ എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്, 12th ടേം. അപ്പോൾ n എന്ന് വെച്ചാൽ എന്താണ്, അത് 12. a എന്ന് വെച്ചാൽ അവിടെ എന്താണ്, അത് 11. ഇവിടെ d എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എന്താണ് കോമൺ ഡിഫറൻസ് 4. 15 നിന്ന് 11 കുറച്ചാലോ, 19 നിന്ന് 15 കുറച്ചാലോ, 23 നിന്ന് 19 കുറച്ചാലോ ഒക്കെ 4. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് 12th ടേം ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ a12 = a + 12 - 1 ഇൻറ്റു d അല്ല, n-1 അല്ല. അപ്പോൾ a എന്ന് വെച്ചാൽ എത്രയാണ്, അത് 11. a 11. പിന്നെ 12 - 1 11. d എന്ന് വെച്ചാൽ എന്താണ്, അത് d 4 വരുന്നത്. ഓക്കെ, 11 + 44. 11 × 4 നമ്മൾ ആദ്യം ചെയ്യണം. 11 × 4 അപ്പോൾ 44. അതിൻ്റെ കൂടെ 11 കൂട്ടിയാൽ 55. ഓക്കെ, അപ്പോൾ 55 അതിലെ 12ാമത്തെ ടേം എന്ന് വെച്ചാൽ. പിന്നെ ഫൈൻഡ് nth ടേം. അപ്പോൾ nth ടേം എന്ന് മാത്രം പറയുന്നു, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഏത് nth ടേം ആണെന്ന് വെച്ചാലും ഇപ്പോൾ അങ്ങനെ 2, 4, 8, 2, 4, 6, 8 നേരത്തെ കണ്ട നമ്മൾ 100ാമത്തെ ടേം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ nth ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പോൾ n എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, n തന്നെയാണ്. a എന്ന് വെച്ചാൽ ഇവിടെ 2 ആണ്, d എന്ന് വെച്ചാൽ 2. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക. an = a + n-1d, 2 × n-1d. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 + n-1 × 2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 + 2 × n എന്താണ്, അത് 2n ആണ്. 2 × -2 -1 അത് -2. 2 -2 വെട്ടിപ്പോവും, അത് 2n ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ശ്രേണിയാണെങ്കിൽ, ഇപ്പോൾ രണ്ടിന്ന് തുടങ്ങിയിട്ട് അത് പോവുകയാണെങ്കിൽ, അപ്പോൾ 100ാമത്തെ നമ്പർ എത്രയാണ്, അത് 200 ആയിരിക്കും, 2n ആയിരിക്കും. 50ാമത്തെ നമ്പർ അത് 100 ആയിരിക്കും. അപ്പോൾ എന്താണ്, 2 കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 2 മുതൽ ഇങ്ങനെ ഈവൺ നമ്പേഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ 300ാമത്തെ ടേം എത്രയാണെന്ന് വെച്ചാൽ അത് 600 ആയിരിക്കും, 2n ആയിരിക്കും. ഓക്കെ, അത് അങ്ങനെ എഴുതി വെക്കുക. ഇനി ഫൈൻഡ് ദ nth ടേം ഓഫ് 84, 80, 76. ഓക്കെ, വിച്ച് ടേം ഓഫ് ദ AP ഇസ് 0. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് nth ടേം ആണ് കാണേണ്ടത്. അതിൽ എത്രാമത്തെ ടേം ആയിരിക്കും 0 എന്നുള്ളതാണ്. 0 എന്നുള്ളത് എത്രാമത്തെ ടേം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 84 മുതൽ ബാക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ d എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, അത് -4 ആണ്. 84, 80, 80 കഴിഞ്ഞാൽ 76 അല്ല, d എന്ന് വെച്ചാൽ -4 ആണ് പോകുന്നത്. നമ്മളോട് ചോദിച്ചത് 0 ഇവിടെ എത്രാമത്തെ ടേമിലാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ടേം 84 ആണ്, രണ്ടാമത്തേത് 80 ആണ്, മൂന്നാമത്തെ 76 ആണ്. അങ്ങനെ നോക്കിയാൽ 0 എവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ nth ടേം = an which is equal to a + n-1d. ഓക്കെ, അപ്പോൾ ഇവിടെ 84 + n-1 × -4. അപ്പോൾ 84 -4 + 4. അപ്പോൾ 88 - 4n. ഓക്കെ, അപ്പോൾ 88 - 4n 0 വരണമെന്നുണ്ടെങ്കിൽ ഈ n എന്തായിരിക്കണം, n 22 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സാധനം 0 ആവണ്ടേ, ഇത് 0 ആവണമെങ്കിൽ എന്താണ്, ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ n = a + n. അപ്പോൾ a എന്ന് വെച്ചാൽ അവിടെ 84 അല്ലേ, n-1 -1 എന്ന് വെച്ചാൽ അപ്പോൾ നമുക്കറിയില്ല, n-1 അതേ മതി. d ഇവിടെ -4. അപ്പോൾ ഇവിടെ നോക്കിയാൽ 84 + n-4 × -4. അപ്പോൾ 84 - 4n + 4. അപ്പോൾ 80 ഈ
4ഉം ഈ 84 കൂടി കൂട്ടുക. അപ്പോൾ 88 -4 എന്ന് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 88 -88 കിട്ടണ്ടേ? അപ്പോൾ 4 ഇൻറ്റു എത്ര കിട്ടിയാലാണ് ഇവിടെ 88 വരിക? 22 അപ്പോൾ 22 അപ്പോൾ 22ാമത്തെ ടേമാണ് അതിലെന്ത് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ആ കണക്കൊന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ 22, അതായത് nth നമ്പർ 22 എങ്ങനെയായി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് വിച്ച് ടേം ഓഫ് AP 49, 44, 39. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് 5 ആണ്. എ എന്ന് വെച്ചാൽ 49 എ എന്ന് വെച്ചാൽ ഇതിലെ ഡി എന്ന് വെച്ചാൽ -5 ആണ്. വെറും 5 അല്ല, -5 ഇതിൽ 9 എത്രാമത്തെ ടേം ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ ബാക്കോട്ട് പോകുമ്പോൾ എത്രാമത്തെ ടേം ആണ് 9 എന്നുള്ളതാണ് nth ടേം. സോ ദ nth ടേം ഈസ് 9. നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിന് അതേ സ്വഭാവം തന്നെയാണ്. സോ an is equal to 9, a is equal to 49, d is equal to 44 minus 49 which is equal to -5. Then an which is 9 is equal to a plus n minus 1 into d which is equal to -5. അപ്പോൾ 49 plus n minus 1 into -5. So 49 minus 5n, അതായത് 5 ഇൻറ്റു n മൈനസ് 5n പ്ലസും മൈനസും കൂടി വന്നാൽ പിന്നെ എന്താ, അത് -5n ആയി. പിന്നെ 5 ഇൻറ്റു -1 പ്ലസ് 5. അപ്പോൾ 49 പ്ലസ് 5 എത്രയാണ് വരുന്നത്? അത് 54. 54 മൈനസ് 5n is equal to 9. 5n is equal to 54 minus 9 is equal to 45. അപ്പോൾ n എന്ന് വെച്ചാൽ എത്രയാണ്? അപ്പോൾ 5n അല്ലേ, 45. അപ്പോൾ n എത്രയാണ്? 45/5 9. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. ദാറ്റ് ഈസ് nth ടേം ഈസ് 9. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്. ഇഫ് 6th and 17th ടേംസ് ഓഫ് AP ആർ 19 and 41 റെസ്പെക്റ്റീവ്ലി. 5ാമത്തെ ടേം 19ഉം 17ാമത്തെ ടേം 41 ആണെങ്കിൽ ഫൈൻഡ് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് 40th ടേം. അപ്പോൾ ഇവിടെ ആദ്യ ടേം കൊടുത്തിട്ടില്ല, കോമൺ ഡിഫറൻസ് നമുക്കറിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? അപ്പോൾ ചെറിയ രീതിയിലൊരു ഇക്വേഷൻ നമ്മളിവിടെ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 5ാമത്തെ ടേം അല്ലേ 19, 6ാമത്തെ ടേം. പിന്നെ നമ്മുടെ 17ാമത്തെ ടേമാണ് 41 എന്നറിയാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ an is equal to a plus n minus 1 into d. അപ്പോൾ a 6 എന്ന് വെച്ചാൽ 19, a 17 എന്ന് വെച്ചാൽ 41. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 19 41 എന്താണ്? a 6 minus 1 അല്ലെങ്കിൽ a 17 minus 1 into d ആണ്. അപ്പോൾ a plus 5d എന്ന് വെച്ചാൽ ഒരു ഇക്വേഷനാണ്. a plus 16d ഒരു ഇക്വേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈ പറയുന്ന 2ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്ന് വെച്ചാൽ 41 കുറയ്ക്കണം, നമ്മൾ 19 കുറയ്ക്കണം. അത് കഴിഞ്ഞാൽ എയും കുറയുമ്പോൾ അത് വെട്ടിപ്പോവും. 16 5d കുറച്ചാൽ 11d. അപ്പോൾ 22. 41 19 കുറച്ചാൽ 22. 22 is equal to 11d. അപ്പോൾ d is equal to എന്ത്? 22. d is equal to 22/11. അതെന്താണ്? 2 വരുന്നത്. അപ്പോൾ a plus 5d is equal to 19. അപ്പോൾ a plus 5d അല്ലേ, അപ്പോൾ 5 into d എന്താണ്? d 2 അല്ലേ, 10 ഈക്വൽ ടു 19. അപ്പോൾ a is equal to 9. അപ്പോൾ a കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്? അതിൻ്റെ 40th ടേം കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ്? a plus 40 minus 1 into d എന്താണ്? 2. അപ്പോൾ 9 plus 39 into 2 which is equal to 78. അപ്പോൾ 9 plus 78 is equal to 87 എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്താണ് ആദ്യം 6th ടേമും ഇത് 17th ടേമുമാണ്. അപ്പോൾ അതിനങ്ങനെ എഴുതി വെക്കുന്നു. അപ്പം a plus 5d is equal to 19. a plus 16d is equal to 41. ഓക്കെ, അത് വരുന്നത് എന്താണ്? 41. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ എന്താണ്? 2 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. 2ന്ന് 1 കുറയ്ക്കുക. അപ്പോൾ a 2 വെട്ടിപ്പോവും. 16ന്ന് 5 കുറച്ചാൽ അപ്പോൾ 11. d is equal to എന്താണ്? 41 മൈനസ് 19 അത് 22. അപ്പോൾ d എന്ന് വെച്ചാൽ എന്താണ്? അത് 2 ആയി മാറി. 2 കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് a കിട്ടണമെങ്കിൽ എന്താണ്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ
ഇക്വേഷൻ 1 നോക്കിയാൽ പോരെ. എ മാത്രം കിട്ടണമെങ്കിൽ ഡി 2 അല്ലേ. അപ്പോൾ എ പ്ലസ് 10 അല്ലേ, 5 ഇൻറ്റു 2 10 ഇസ് ഈക്വൽ ടു 19. എ ഇസ് ഈക്വൽ ടു 19 മൈനസ് 10 9. എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 40ാമത്തെ ടേം കിട്ടാൻ എന്താണ് എളുപ്പമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. ഇഫ് 10 ടൈംസ് ദ 10th ടേം ഓഫ് എ പി ഇസ് ഈക്വൽ ടു 15 ടൈംസ് ദ 15th ടേം ഓഫ് ടേം ഷോ ദാറ്റ് 25th ടേം ഈസ് 0. അതായത് 10 ടൈംസ് ദ 10th ടേം ഓഫ് എ പി ഇസ് ഈക്വൽ ടു 15 ടൈംസ് ദ 15th ടേം ഷോ ദാറ്റ് 25th ടേം ഈസ് 0. അപ്പോൾ 25ാമത്തെ ടേം 0 ആണ് നമ്മളോട് കാണിക്കാൻ കൂടി പറയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഈ 10 ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 10ാമത്തെ ടേമിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താണ് 15ാമത്തെ ടേമിൻ്റെ അതിന് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് വരിക. അപ്പോൾ എന്താണ്, അപ്പോൾ എൻ എന്താണ് എ പ്ലസ് എൻ മൈനസ് 1 ഡി ആണ്. അതാണ് nth ടേം. 25 എന്താണ് എ പ്ലസ് 25 മൈനസ് 1 ഡി. ദാറ്റ് ഈസ് എ പ്ലസ് 24 ഡി. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 10 ഇൻറ്റു എ പ്ലസ് 10 മൈനസ് 1 ഡി ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു എ പ്ലസ് 15 മൈനസ് 1 ഡി. അപ്പോൾ എന്ത് വരും, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ പ്ലസ് 9 ഡി ഇവിടെ വരും എ പ്ലസ് 14 ഡി. ഇവിടെ 10ഉം 15ഉം അല്ലേ, ഇൻറ്റു അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് വെട്ടാം. നമുക്ക് ഇത് മൾട്ടിപ്ലൈ അതിനെ കൊണ്ട് കോമൺ ആയിട്ട് 5 വരുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം ആണ്. ഓക്കെ, അത് ഈക്വലാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2a പ്ലസ് 18 ഡി ഇസ് ഈക്വൽ ടു 3a പ്ലസ് 42 ഡി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇത് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ 3a മൈനസ് 2a പിന്നെ എന്താ വരുന്നത്, ഇതിനെ ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുക കേട്ടോ. അതായത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് 3a 2a മൈനസ് ചെയ്യുന്നു, 42 ഡി 18 ഡി മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എ പ്ലസ് 24 ഡി ഇസ് ഈക്വൽ ടു എന്താണ് 0. അപ്പോൾ അത് സിമ്പിളായൊരു ചോദ്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് ഡയറക്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. അപ്പോൾ അത് എന്താണ് എന്തായാലും പിന്നെ 0 അല്ലേ വരുള്ളൂ. ഈ രണ്ടും ഈക്വൽ എന്നുള്ള രീതിയിൽ നിൽക്കണം നേരത്തെ. ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ച സാധനം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി 7ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ മാൻ സ്റ്റാർട്ട്സ് റീപേയിങ് എ ലോൺ ആസ് എ first installment of rupees 100. If he increases the installment by rupees 5 every month, what will be the amount he will pay in the 30th installment? ഒരു വ്യക്തി 100 രൂപ അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റുകൾ അടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് കൂടി ഒരു 5 രൂപ ഇങ്ങനെ കൂട്ടുന്നുണ്ട്. ആദ്യത്തെ മാസം 100, പിന്നത്തെ മാസം ഓരോ മാസം ഇന്നത്തെ മാസം 105, പിന്നത്തെ മാസം 110, അങ്ങനെ പോകുന്നു. അങ്ങനെ 30 ഇൻസ്റ്റാൾമെൻറ്റുകൾ 30 മാസങ്ങളിലായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ എത്രയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ 30ാമത്തെ ടേം നോക്കിയാൽ മതി. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ടേം എ എന്ന് വെച്ചാൽ 100 പിന്നെ ഡിഫറൻസ് എന്താണ്, അത് 5 ആണ്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, 30ാമത്തെ ടേം കാണുക. അതായത് 100 പ്ലസ്, അതായത് എ പ്ലസ് എൻ മൈനസ് 1 ഡി, 100 പ്ലസ് 30 മൈനസ് 1 ഇൻറ്റു 5. അപ്പോൾ അത് 100 പ്ലസ് 29 ഇൻറ്റു 5, 100 പ്ലസ് 145 ഇസ് ഈക്വൽ ടു 245. ഓക്കെ, പിന്നെ വരുന്നത് 8ാമത്തെ ഒരു ചോദ്യമാണ്. ഇഫ് nth ടേം ഓഫ് എൻ എ പി ഈസ് 2n പ്ലസ് 1 ഫൈൻഡ് ദ എ പി. nth ടേം 2n പ്ലസ് 1 ആണ്. അപ്പോൾ എ എൻ ഇസ് ഈക്വൽ 2n പ്ലസ് 1. അപ്പോൾ n ഇസ് ഈക്വൽ എന്താണ് 1 2 3 എത്ര വരും? ഇപ്പോൾ ഇവിടെ നിങ്ങൾ 1 ചെയ്താൽ മതി. n എന്താണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു എന്താണ് 1 പ്ലസ് 1. അപ്പോൾ 3 ആണ് ആദ്യ ടേം. രണ്ടാമത്തെ എന്താണ് 2 ഇൻറ്റു 2 പ്ലസ് 1. അടുത്തത് എന്താണ്, അപ്പോൾ 2 ഇൻറ്റു 2 എന്താണ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4 പ്ലസ് 1 7. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ n നമ്മൾ എന്താ 1 ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പം 2n പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ n-നെ 1 ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ അപ്പം ആദ്യത്തെ ടേം അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 അത് 3. ഓക്കെ, അടുത്തത് 2 ഇൻറ്റു രണ്ടാമത്തെ n എന്ന് വെച്ചാൽ രണ്ടാമത്തെ നമ്പർ n അല്ലേ. അപ്പോൾ 2 പ്ലസ് 1 അത് 5. അടുത്തത് 2 ഇൻറ്റു 3 പ്ലസ് 1 അത് 7. അപ്പോൾ 3 5 7 എന്നുള്ളതാണ് എന്ത്
ഇവിടുത്തെ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് ആദ്യത്തെ ബേസ് ആയിട്ട് പറയാനുള്ളത്. വളരെ സിമ്പിളാണിത്. ഇനി ഇതിൻ്റെ സം ഓഫ് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ഹാർമോണിക് പ്രോഗ്രഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് എന്താണ് ടഫാണ്, കുറച്ച് വലുതല്ല. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർ ആക്കുക.